എടി എവിടെ ചീപ്പ് കാണുന്നില്ലല്ലോ. എൻ്റെ ചീപ്പ് എവിടെയാ? എടിയാ ചീപ്പ് എവിടെയാ? ചീപ്പ് കാണുന്നില്ലല്ലോ. എടിയാ പൗഡർ കാണുന്നില്ല. പൗഡർ ഒന്ന് എടുത്തു തന്നെ. ആ എടിയാ കണ്ണാടി ഇങ്ങ് എടുത്തു തന്നെ. എടി ഇവിടെ കണ്ണാടി കാണുന്നില്ലല്ലോ. കണ്ണാടി കാണുന്നില്ല, ഒന്ന് എടുത്തു തന്നെ കണ്ണാടി. അവിടെ വോട്ടിങ് തുടങ്ങിയോ? എങ്കിൽ ഞാനിപ്പോൾ വരാം. ഞാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴാ വരണ്ടേ? നീ എവിടേക്ക് വരുന്നത്? വോട്ട് ചെയ്യാൻ. നീ വോട്ട് ചെയ്യാനൊന്നും വരണ്ട. നീ വോട്ട് ചെയ്തതിൽ ഇന്ത്യക്കൊന്നും സംഭവിക്കാൻ പോണില്ല. നീ അങ്ങോട്ട് വരുമൊന്നും വേണ്ട കേട്ടോ. അമ്മ വോട്ട് ചെയ്യാൻ പോണില്ലേ? അച്ഛൻ പറഞ്ഞത് മോൻ കേട്ടില്ലേ? അച്ഛൻ വോട്ട് ചെയ്യുമ്പോ ചെല്ലണ്ടെന്ന് പറഞ്ഞത്. അമ്മ എങ്ങനെ അച്ഛൻ പറയണ കേട്ട് ചണ്ട വലിച്ചു നിന്നോ? തുള്ളി നിന്നോ? വോട്ട് ചെയ്യാന്നുള്ളത് ഇന്ത്യൻ പൗരന്റെ എല്ലാവരുടെയും അവകാശം. നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളതിന്റെ ഏക തെളിവാണത്. അമ്മ വോട്ട് ചെയ്യുന്നതിലേ സ്ത്രീ എന്നോ പുരുഷനെന്നുള്ള വേർതിരിവ് ഒന്നുമില്ല. എല്ലാവർക്കും വോട്ട് ചെയ്യുക ഒരുപോലെയുള്ള അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. അമ്മ എന്തായാലും അമ്മയുടെ വോട്ടൊന്ന് രേഖപ്പെടുത്തിയിട്ട് എന്നെ വീട്ടിലേക്ക് വരണം. അമ്മ എന്തായാലും ഒന്ന് അമ്മയുടെ വോട്ട് ചെയ്യാൻ പോണം. അപ്പൊ നമുക്ക് പോവാല്ലേ? ആ നമുക്കൊന്ന് പോവാം. സാമൂഹ്യ പ്രതിബദ്ധതയും രാഷ്ട്രീയ ബോധവുമുള്ള ഓരോ വ്യക്തിയുടെയും സമ്മതിദാനാവകാശമാണ് വോട്ട് രേഖപ്പെടുത്തുകയെന്നത്. നമ്മളുടെ ഭരണാധികാരികളെ നാം തന്നെ തിരഞ്ഞെടുക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങളും കടമകളും പാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇത് നമ്മളുടെ ആവശ്യമാണ്, അഭിമാനമാണ്, മൗലികാവകാശമാണ്.